ബ്ലോഗ്സ് ബേസ് സിന്ധുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളയാങ്കുടിയിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ള യാത്രയിലാണ്. വെള്ളയാങ്കുടിയിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ള യാത്രയിൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കാണുന്ന കെട്ടിടങ്ങളൊന്നും അന്ന് ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ കാട് പിടിച്ച് ആർക്കും വേണ്ടാതെ കിടന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന, അതായത് ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഒരു ശരിക്കും ഒരു കട്ടിങ്, വലിയൊരു കട്ടിങ്, അവിടെ കുറേ കയ്പമ്പള്ളയൊക്കെ പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പം ഇടുക്കി കവലയിലേക്കാണ് പോകുന്നത്. ഗവൺമെൻറ് കോളേജും അതുപോലെ തന്നെ ട്രൈബൽ സ്കൂളും ഒക്കെ കടന്ന് നമ്മൾ ഇടുക്കി കവലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കി കവലയിൽ നിന്ന് നമ്മൾ ചെന്നാട്ടുമറ്റം ജംഗ്ഷൻ വഴി അശോക കവലയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടോ, എല്ലാ കെട്ടിടങ്ങളും തന്നെ ബഹുനില കെട്ടിടങ്ങളാണ്. ഒറ്റ നിലയുള്ള കെട്ടിടങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്കിവിടെ കാണാനൊക്കെ സാധിക്കുന്നുള്ളൂ. ടൗണിൻ്റെ വളർച്ച എന്നൊക്കെ പറയുന്നത് വലിയ വളർച്ചയാണ്. മൈജിയുടെ ഒരു ഷോറൂമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്മണ്ണൂർ ഗോൾഡിൻ്റെ ഒരു ജ്വല്ലറിയൊക്കെ ഈ ഇടത്തെ സൈഡിലുണ്ട്. അപ്പം നമ്മളിവിടുന്ന് ഇതിനിപ്പം നമ്മൾ പോകുന്നത് വൺ വേ ആണ് കേട്ടോ. അപ്പോൾ ഈ വൺ വേയിലൂടെ നമ്മൾ പോയി KGSൻ്റെ ഒരു ജ്വല്ലറി കാണുന്നു. അവിടെ നിന്ന് നമ്മൾ ഇത് അശോക ജംഗ്ഷൻ, ഈ അശോക ജംഗ്ഷനിൽ നിന്ന് താഴോട്ടിറങ്ങിയാണ് സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നത്. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള വഴിയെ പോയാൽ കുമളിക്ക് പോകാം, വലത്തോട്ടുള്ള വഴിയെ പോയി കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കുള്ള വഴിയാണ് കാണുന്നത്. മുന്നോട്ടുള്ള വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ ബസ് സ്റ്റാൻഡ്, വള്ളക്കടവ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ഇതുവഴി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ പോവുകയാണ്. പഴയ ബസ് സ്റ്റാൻഡ് ഇരുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൗണിൻ്റെ ഏകദേശം ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത് കേട്ടോ. ഒരു വീഡിയോയിൽ തീരത്തില്ല ഈ ടൗണ്, അത്രത്തോളം വലിയൊരു ടൗണാണ് കട്ടപ്പന. ഇടുക്കിയിലെ തന്നെ ഒരു വലിയ ടൗൺ. അപ്പോൾ നമ്മൾ ഗുരുമന്ദിരത്തിൻ്റെ ആ ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ വലതേ സൈഡിൽ കാണുന്ന ആ ബഹുനില കെട്ടിടമായിരുന്നു പണ്ട് പഞ്ചായത്ത് ഓഫീസ്. അപ്പോൾ നമ്മൾ പഴയ സ്റ്റാൻഡിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ പഴയ സ്റ്റാൻഡിൽ ഇവിടെയായിരുന്നു പണ്ട് പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ഒക്കെ വന്നിരുന്നത്. വലിയ കഥ പറയാനുള്ള ഒരു സ്ഥലമൊക്കെയാണിത് കേട്ടോ, ഒത്തിരി കഥകളുള്ള സ്ഥലം. അപ്പം നമ്മൾ ഇവിടുന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. എന്നാ മനോഹരമെന്ന് നോക്കിയേ, എത്ര നല്ല ഭംഗിയുള്ളൊരു കെട്ടിടം അല്ലേ, കാണാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് ഇത്രയും നല്ലൊരു സ്റ്റാൻഡ് വേറെയില്ല, നമുക്കത് എടുത്തു തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഓരോ സൈഡുകളിൽ ആണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം പ്രത്യേകം സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. അപ്പം കോട്ടയത്തിന് പോകാനുള്ളത്, അതുപോലെ തന്നെ എറണാകുളത്തിന് പോകാനുള്ളത്, തൊടുപുഴയ്ക്ക് പോകാനുള്ളത്, പിന്നെ ഷട്ടിൽ സർവീസുകളായിട്ടുള്ളത്, KSRTC കിടക്കുന്ന കുറച്ച് സ്ഥലം, അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഉണ്ട്. അപ്പോൾ ഈ പഴയ സ്റ്റാൻഡിനും അതിൻ്റെ പരിസരത്തും ഒക്കെ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ പുതിയ സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് വഴി ഇറങ്ങി ഹൈവേയിലേക്ക് വീണ്ടും കയറുകയാണ്. അപ്പോൾ അവിടെ വൺ വേയിലേക്കൊക്കെ ചെന്ന് കയറേണ്ട സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളും വൺ വേ ആണ്, ചില സ്ഥലങ്ങൾ മാത്രമേ 2 വേ ഒക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ടും ഇവിടെയുള്ള ഏകദേശം വഴികളെല്ലാം എനിക്ക് അറിയാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി വന്ന് ഇപ്പോൾ നമ്മൾ ഈ പേഴുങ്കവല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴിയിലേക്ക് നമ്മൾ വന്ന് അങ്ങ് തിരിയാണ് കേട്ടോ. തിരിഞ്ഞിട്ട് അങ്ങോട്ട് തിരിയാണ്. അപ്പോൾ ഇവിടെ കുറേയധികം കെട്ടിടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ശീതളാണെന്ന് തോന്നുന്നു, എന്തോന്നു ഒരു ലോഡ്ജൊക്കെ ഉണ്ടായിരുന്നു, പേരതാണെന്ന് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ലോഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ 5 സ്റ്റാർ ഹോട്ടലുകളോ അല്ലെങ്കിൽ അങ്ങനെ സൗകര്യമുള്ള ഹോട്ടൽസ് ഒന്നും ഇല്ല. അപ്പം അന്നുള്ള സൗകര്യം എന്ന് പറയുന്ന ഒരു ലോഡ്ജൊക്കെ മാത്രമായിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹോട്ടലുകളൊക്കെ നമുക്കിവിടെ കാണാം. KGSൻ്റെ ഒരു ഹോട്ടൽ ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബാങ്കുകളുണ്ട്, കമ്പനികളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള വർക്ക്ഷോപ്പുകളുണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും അശോക ജംഗ്ഷനിൽ വന്ന് സെൻട്രൽ ജംഗ്ഷൻ വഴി ചെന്നാട്ടുമറ്റം ജംഗ്ഷൻ വഴി വീണ്ടും നമ്മൾ ശരിക്കും ഇടുക്കി കവലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ
പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും കണ്ടോ, ഈ ചുവന്ന കാറിൻ്റെ പുറകെ നമ്മളങ്ങനെ വിട്ട് പോരാനുള്ള ഒരു സംഭവം. താഴോട്ടുള്ള വഴി കുമളിക്കാണ് കേട്ടോ, വലത്തോട്ടുള്ളതാണ് ഇടുക്കിക്കുള്ള വഴി. അപ്പോൾ നമ്മളിങ്ങനെ ഈ വഴികളൊക്കെ ഇപ്പം ഇത് വഴിയൊക്കെ ഞങ്ങൾ കുറേ നടന്നിട്ടുള്ളതാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു സൈക്കിൾ പോലും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ് ഞങ്ങൾ. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടക്കാനൊന്നും പറ്റില്ല, എങ്കിലും അന്നൊക്കെ കുറേ നടന്ന വഴികളാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇടുക്കി പോലെ വന്ന് നമ്മൾ കോട്ടയത്തിനുള്ള വഴിക്ക് തിരിഞ്ഞ് ഇവിടെ ഒരാളെ കാണാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആളെയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിച്ചു. അപ്പോൾ ചായയ്ക്കും കടിക്കും 10 രൂപ. അങ്ങനെയുള്ളൊരു കടയാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്. അവിടെ കട ഞാൻ കാണിച്ചിട്ടില്ല. ശരിക്കും ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ. പണ്ട് സിനിമയൊക്കെ കാണാൻ പോയിട്ടുള്ള തിയേറ്ററാണ്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് ആ സൈഡിൽ തന്നെ, തിയേറ്ററിൻ്റെ സൈഡിൽ തന്നെ ഒരു കടയുണ്ട്. 10 രൂപയും ആണ് അവിടെ ചായക്കും കടിക്കും ഉള്ളത്. ഭയങ്കര തിരക്കാണ്. നല്ല ചായയും നല്ല ഭക്ഷണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ആളെ കണ്ടതിന് ശേഷം തിരിച്ചു പോരുകയാണ്. നമ്മളവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാവും. ഇപ്പോൾ ഇവിടെ ടൗൺ ഹാളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഇടുക്കി കോലിൽ നിന്ന് വീണ്ടും തിരിച്ച് വെള്ളയാങ്കുടിക്കുള്ള വഴിയിലേക്ക് തിരിയാണ്. ഇത് കണ്ടോ, ഹൈ റേഞ്ചിൻ്റെ ഒരു ഹൈപ്പർ മാർട്ടാണ് കാണുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഗൃഹോപകരണങ്ങളുണ്ട്, എല്ലാവിധ സാധനങ്ങളും ഈ ഹൈപ്പർ മാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നന്ദലാൽ ജി മാർട്ടിൻ്റെ ഒരു ഷോറൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ക്യാപിറ്റലിൻ്റെ പമ്പൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോരുകയാണ്, വെള്ളയാങ്കുടിയിലേക്ക് പോരുകയാണ്. അപ്പോൾ മുമ്പ് നമ്മൾ ഇതുവഴിയാണ് വന്നത്. വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു പോവുകയാണ്, ഇടുക്കിയിലേക്ക് തന്നെ പോവുകയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.